ഇത്തരമൊരു സമരം നടത്തുന്നതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിലുടനീളം തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ ഓഫീസിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളില് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം നടത്തുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ SIR നടപടികൾ സുതാര്യമായിട്ടല്ല ഇപ്പൊ നടക്കുന്നത്. നടപടികൾ സുതാര്യമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. വ്യാജ വോട്ട് ചേർക്കാനുള്ള അവസരമാണ് ഇതുവഴി ഒരുങ്ങിയിട്ടുള്ളത്. വോട്ടുകൾ കൃത്യമായി പരിശോധിക്കുന്ന സ്ഥിതി ഉണ്ടാവണം. അതുപോലെ തന്നെ അർഹരായ ഒരു മനുഷ്യനും വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നമ്മെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപകമായ ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്. അത് നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയുള്ള തട്ടിപ്പാണ് എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വന്നതാണ്. SIR നടപടികൾ യാദൃശികമായി വന്നിട്ടുള്ളതാണ് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. ഇതിനു മുമ്പ് 2002-ലാണ് SIR നടപടികൾ വന്നിട്ടുള്ളത്. അങ്ങനെ നടപ്പിലാക്കുന്ന SIR നടപടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സുതാര്യതയുമില്ലാതെ ചില പ്രത്യേക ജനവിഭാഗങ്ങളെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം നടപടികളുമായി മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തത് സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നത് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ആ 3 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാവും, അതുപോലെ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, അതിനു പുറമെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്നതായാലും അല്ലാത്തതായാലും ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് നിയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്തത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമത്തിൽ മാറ്റം വരുത്തി. എന്നിട്ട് അതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ, സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി. ഇപ്പൊ ആരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്നത്? പ്രധാനമന്ത്രിയും പിന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും അതിനു പുറമെ പ്രതിപക്ഷ നേതാവും. ഫലത്തില് 2 BJP-ക്കാര്, അതിനു പുറമെ പ്രതിപക്ഷ നേതാവ് എല്ലാം ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വന്നിട്ടുള്ള ജ്ഞാനേഷ് കുമാർ, അദ്ദേഹത്തിന്റെ നടപടികളെ സംബന്ധിച്ച് നാടാകെ സംശയത്തോടെയാണ് നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. എന്താ കാരണം? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കാനുള്ള പുതിയ കമ്മിറ്റിയല്ല, പഴയ കമ്മിറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആയിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്ന ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വരുമായിരുന്നില്ല. അമിത്ഷായുടെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. എല്ലാ ഘട്ടത്തിലും ഭരിക്കുന്നവർക്ക് അനുസൃതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച മനുഷ്യൻ ജ്ഞാനേഷ് കുമാർ. ആ ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് തീരുമാനിക്കുന്നു. അതിനുശേഷം SIR നടപടികൾ നിങ്ങൾ നോക്കൂ.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് SIR നടപടികളുമായി പൊക്കിപ്പിടിച്ചിങ്ങോട്ടെ കൊണ്ടുവന്നത്. കേരളം ഒറ്റക്കെട്ടായി BJP ഒഴികെയുള്ള സകല രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് SIR നടപടികൾ ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല, അതുകൊണ്ട് മാറ്റിവെക്കണം. എന്നിട്ട് സംസ്ഥാന സർക്കാർ കത്തെഴുതി മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി. അത് അംഗീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായോ? എന്തുകൊണ്ടാ? BJP പറയുന്ന പോലെ ചെയ്യണം. BJPയുടെ ചട്ടുകമായി അധപ്പതിച്ചിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിന്റെ ഫലമായി BJPയുടെ നിർദ്ദേശത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയില്ലേ? അതിന്റെ ഫലമായിട്ടല്ലേ അത്തരം ഒരു സമീപനം സ്വീകരിച്ചത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വന്നിരിക്കുന്നത് എന്താ? BJPക്ക് ഇതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. ബീഹാറിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. SIR നടപടികളുമായി ഗവൺമെന്റ് കമ്മീഷൻ മുന്നോട്ടേക്ക് പോകുമ്പോ അതിൽ നിന്ന് പിന്തള്ളപ്പെടുന്നവര്, പുറത്താക്കപ്പെടുന്നവര് നമ്മുടെ രാജ്യത്തിലുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഇന്ത്യ രാജ്യം മൊത്തം എടുത്ത് പരിശോധിച്ചാൽ മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പട്ടികയിൽ വരുന്നവരാണ്. അതുപോലെ തന്നെ ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങൾ, മത ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഈ പട്ടികയിൽ വരുന്നവരാണ്. BJPക്ക് എന്താ ഇവരോട് ഇത്ര വലിയ വിരോധം? ന്യൂനപക്ഷ വിരോധം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ RSS മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സവർണ സമ്പന്ന മേധാവിത്വമാണ്. ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥിതിയാണ്. വോട്ടിന് വേണ്ടി നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അടിസ്ഥാനപരമായി ഇവരുടെ പ്രത്യയശാസ്ത്രം ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് എല്ലാ ഘട്ടത്തിലും ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇവരെതിരാ. എവിടെയൊക്കെ BJPക്ക് സ്വാധീനമുണ്ടോ അവിടെയൊക്കെ ജാതി പഞ്ചായത്തുകൾ നിങ്ങൾക്ക് കാണാം. അവിടെയൊക്കെ ദളിത് വിഭാഗങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നോക്ക വിഭാഗങ്ങളെ ആക്രമിക്കുന്നത് കാണാം. അത് RSSന്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്ര നിലപാടാണ്. അതുകൊണ്ട് അവന്റെ പ്രത്യയശാസ്ത്ര നിലപാട് വെച്ചുകൊണ്ട് അവൻ മനുഷ്യനായി കണക്കാക്കാത്ത ജനവിഭാഗങ്ങളെ ആകെ പറ്റുമെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക. ഈ SIR നടപടികൾ നടപ്പിലാക്കുമ്പോ കരട് വോട്ടർ പട്ടിക വരും. ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള 2002 വോട്ടർ പട്ടികയില് ഇവരുടെ മുൻഗാമികളുണ്ടോ എന്ന് പരിശോധിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നോക്കിയിട്ട് മുൻഗാമികളുണ്ടോ എന്ന് പരിശോധിക്കും. ചിലപ്പോ ആ ബൂത്തിലുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് കേട്ട്, നമ്മുടെ നാട്ടിലെ ട്രൈബൽ ജനവിഭാഗം, പട്ടികവർഗ വിഭാഗങ്ങൾ, അവര് പല സ്ഥലങ്ങളിലായിട്ടുണ്ടാവുന്നവരായിരിക്കും. മുൻഗാമികളെ പരിശോധിക്കാൻ വേണ്ടി പുറപ്പെട്ട 2002 വോട്ടർ പട്ടികയിൽ ഇവരുണ്ടാവണമെന്നില്ല. അങ്ങനെ ദളിത് വിഭാഗങ്ങൾ ഉണ്ടാവില്ല, മതന്യൂനപക്ഷങ്ങൾ പലരും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. ഇല്ലാതിരിക്കുമ്പോ അവർക്കൊരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന 12 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം. ഈ രേഖ ഹാജരാക്കി ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മളൊന്ന് ആലോചിക്കട്ടെ, നമ്മുടെ നാട്ടിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യര്, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര നാരായണന്മാരായിട്ടുള്ള മനുഷ്യര്, അവർക്ക് ഈ സാങ്കേതിക കാര്യങ്ങൾ അറിയോ? അവർക്കിത് വോട്ട് ചേർക്കാൻ വേണ്ടി കഴിയോ? അതിന്റെ ഫലമായിട്ടല്ലേ 60 ലക്ഷത്തിലേറെ മനുഷ്യർ ബീഹാറിലെ SIR നടപടികൾ പൂർത്തീകരിക്കുമ്പോഴേക്ക് 60 ലക്ഷത്തിലേറെ മനുഷ്യർ പുറന്തള്ളിയില്ലേ? ആ പുറന്തള്ളപ്പെട്ടവരില് മഹാഭൂരിപക്ഷവും ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളുമായിരുന്നില്ലേ? അവരെ പുറത്താക്കാൻ വേണ്ടിയല്ലേ ഈ നടപടി? അതിന്റെ ഭാഗമായിട്ടല്ലേ SIR നടപടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുക. എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, അതിനു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, അവരിൽ പലർക്കും ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുക. എത്രയോ കാലമായി 2002 ശേഷം വന്നിട്ടുള്ള സകല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പൊ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാതിരിക്കാൻ രേഖ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുക. ആ നോട്ടീസിന് മറുപടി നൽകാൻ വേണ്ടി കഴിയാത്ത ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തോളം മനുഷ്യരുണ്ട്. ആ നോട്ടീസിന് മറുപടി നൽകാൻ വേണ്ടി കഴിയാത്തവർ. എന്താ കാരണം?
ചിലര് ബൂത്ത് മാറിപ്പോയിട്ടുണ്ടാവും, സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും. വേറെ ചിലര് അവരുടെ മുൻഗാമികൾ അവരുടെ മേൽവിലാസം ഉണ്ടാവില്ല, അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവില്ല. എവിടുന്നോ മാറി വന്നവരായിരിക്കും. പഴയ രേഖ ഹാജരാക്കാൻ വേണ്ടി പറയുമ്പോ ഹാജരാക്കാൻ വേണ്ടി കഴിയാത്തവരായിരിക്കും. ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ. നല്ല ശതമാനം മനുഷ്യർ ഇത്തരം സാങ്കേതിക കാര്യങ്ങളെല്ലാം കണ്ടെത്തി അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയാത്തവരായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിന്റെ ഫലമായിട്ട് 1 ലക്ഷത്തോളം മനുഷ്യര് ഈ SIR നടപടികളുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഒഴിവാക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഒഴിവാക്കപ്പെടുന്നതിന് പകരമായിട്ട് രേഖ കൊടുത്തുകൊണ്ട് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ അങ്ങനെ ചേർക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ കുറെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോ ഏതാണ്ട് 2 ലക്ഷത്തോളം അപേക്ഷ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടർ പട്ടിക പുതുക്കി. അങ്ങനെ പുതുക്കുന്ന സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 3 വർഷക്കാലം കഴിഞ്ഞിട്ട് 3.5 വർഷത്തോളം എത്തുന്ന ഘട്ടത്തിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. 3.5 കൊല്ലം കൊണ്ട് കണ്ണൂർ ജില്ലയില് ആകെ ഏതാണ്ട് 90,000-ഓളം പുതിയ വോട്ടർമാരെയാണ് കൂട്ടിച്ചേർത്തത്. 3.5 കൊല്ലം കൊണ്ട് 3.5 കൊല്ലം കൊണ്ട് 90,000 വോട്ടർമാരെ കൂട്ടിച്ചേർത്തു.